അലർജി മാറാൻ എത്ര സമയം എടുക്കും എന്ന് പല രോഗികളും ചോദിക്കാറുണ്ട്. ആദ്യത്തെ ദിവസം ട്രീറ്റ്മെന്റിന് വരുമ്പോൾ തന്നെ പലരും ചോദിക്കുന്നത് അലർജി പൂർണ്ണമായിട്ട് മാറുമോ, അതല്ലെങ്കിൽ എത്ര സമയം ഞാൻ മരുന്ന് കഴിക്കണം എന്നെല്ലാം ആയിരിക്കും. അലർജി പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്, അക്യൂട്ട് അതുപോലെ ക്രോണിക്. പലപ്പോഴും പല രോഗികളും പറയും, ഡോക്ടറെ ഈ അലർജി എന്നെയും കൊണ്ടേ പോകൂ, ഞാൻ ഒരുപാട് നാളായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ മാറ്റമൊന്നും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഇത് എന്നെയും കൊണ്ടേ പോകൂ എന്ന് പലരും പറയുന്ന ഒരു ഡയലോഗാണ്. എന്നാൽ അങ്ങനെയല്ല. അക്യൂട്ട് ഒരു അലർജി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണോ ട്രിഗർ ചെയ്യപ്പെട്ടത്, അത് ആ ഒരു ട്രിഗറിങ് ഫാക്ടർ മാറുമ്പോഴേക്ക് തന്നെ അവരുടെ അലർജി കുറയും. അതല്ല, ഇനി ക്രോണിക് ആയിട്ട് അലർജി ഉള്ള ആളാണെങ്കിലും അവർക്കും ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് എന്നും ഈ പ്രശ്നം ഉണ്ടായിരിക്കില്ല, എന്നാൽ ഈ ഒരു സ്പെസിഫിക് അലർജനോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ മാത്രമായിരിക്കും അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാകുക. ഇത് ആ സമയത്ത് ആ ഒരു എക്സ്പോഷർ മാറുമ്പോഴോ അതല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുമ്പോഴോ കുറയും. എന്നിരുന്നാൽ കൂടി മരുന്നുകളുടെ സഹായത്തോടെ നമുക്ക് ഒരു പക്ഷേ മാസങ്ങളോ അതല്ലെങ്കിൽ 1 വർഷം വരെയോ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ നമുക്ക് അലർജിയെ മറികടക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ ലൈഫ് ലോങ് നിങ്ങളത് സഹിക്കേണ്ട കാര്യമില്ല. ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് നമുക്ക് ഒഴിവാക്കാം. ഇതോടെ നമുക്ക് അലർജി പെട്ടെന്ന് കൺട്രോളിൽ വരുത്താനാകും. ഒപ്പം മരുന്നുകളുടെ സഹായത്തോടെ നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാനും സാധിക്കും.